ബിഗ് ബോസ് നെവിൻ ഇന്നൊരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. അനുമോളുടെ നോമിനേഷൻ കഴിഞ്ഞേ അനുമോള് നല്ലപോലെ ഇട്ടൊന്ന് താങ്ങിയിട്ടുണ്ട് ബോസ് അണ്ണനും കൂടി. അത് വേണ്ടിയിരുന്നു എന്നാണ് എനിക്കും തോന്നുന്നത്. ഇടയ്ക്കൊക്കെ നമുക്ക് ആ ഒരു പാർഷ്യാലിറ്റി ഒക്കെ തോന്നിയിട്ടുണ്ട് എന്തായാലും. സോ അപ്പോൾ ഈ നെവിനിട്ട് ഈ ബിഗ് ബോസ് പണി കൊടുത്തത് അനുമോളുടെ നോമിനേഷൻ കഴിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ നെവിൻ എന്ന് ബിഗ് ബോസ് അങ്ങ് വിളിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ നെവിൻ അവിടെ ആസ് യൂഷ്വൽ ടൂർ വന്നെയാണ്, പുള്ളി കിടന്നുറങ്ങുകയാണ് പട്ടാപ്പകലും. അപ്പോൾ ഉടനെ തന്നെ നെവിൻ, ഇത് ഏതാണ് ആഴ്ചയെന്ന് നെവിൻ അറിയാമോ? ഇവിടെ കുട്ടികളിയൊന്നും വേണ്ട. ഇത് എത്രാമത്തെ ആഴ്ചയാണ്? തന്നതെല്ലാം തിരിച്ചെടുക്കണമോ? പകൽ ഉറങ്ങരുത് എന്നറിയില്ലേ? കുറച്ച് ഗൗരവത്തോടു കൂടി കളിക്കാൻ തയ്യാറാകണം. ഇവിടെ ആർക്കും ഒരു പ്രത്യേകതയുമില്ല. ഈ ഒരു സാധനം പ്രത്യേക നോട്ട് ചെയ്യണേ, ആർക്കും ഒരു പ്രത്യേകതയും ഇല്ല എന്ന് ബോസണ്ണൻ പറഞ്ഞത് ഈ അനുമോളുടെ നോമിനേഷൻ കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ്. അപ്പോൾ ബോസണ്ണന് തന്നെ തോന്നി ആ പറഞ്ഞതിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നെവിൻ ബിഗ് ബോസ് നെവിനെ വഴക്ക് പറയുന്നില്ല, ലാലേട്ടൻ വഴക്ക് പറയുന്നില്ല. അപ്പം നെവിൻ അതൊരു ഓവറായിരുന്നേ. നെവിൻ എല്ലാം തമാശയുടെയും അല്ലെങ്കിൽ മറ്റുള്ള ഒരു കോമഡി രൂപത്തിൽ എന്തും പറയാം, എന്തും ചെയ്യാം. അവിടെയാണ് ബിഗ് ബോസ് 2 വാചകങ്ങൾ യൂസ് ചെയ്തത്. അത് വളരെ പ്രധാനമാണ്. കുട്ടിക്കളി പാടില്ല. ഈ കുട്ടിക്കളി കാണിക്കാൻ നെവിന് വയസ്സ് 3 അല്ലല്ലോ. തീർച്ചയായിട്ടും നെവിൻ അവിടെ കാണിക്കുന്നത് കുട്ടിക്കളിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഓവർ ഫ്രീഡം എടുക്കുന്നു. ആരും എന്നോടൊന്നും ചോദിക്കില്ല, പറയില്ല. അപ്പോൾ ഈ കുട്ടിക്കളി എന്ന പ്രയോഗം ബിഗ് ബോസ് നെവിന് മനസ്സിലാവാൻ വേണ്ടി നടത്തിയതായിരിക്കാം. രണ്ടാമത്തെ വാചകം, ഇവിടെ ആർക്കും ഒരു പ്രത്യേകതയും ഇല്ല. അത് ബിഗ് ബോസ് ഈ 75ാമത്തെ ദിവസം അല്ല പറയേണ്ടത്. ആദ്യമേ പറയണമായിരുന്നു. നെവിൻ അവിടെ ഒരു പ്രത്യേക പരിഗണന നെവിൻ സ്വയം എടുത്തിരുന്നു. ഫുഡ് കട്ട് നിന്നാൽ കുഴപ്പമില്ല, ആരെയും എന്തും പറയാം. ആ പ്രത്യേകതകളൊന്നും നെവിൻ അവകാശപ്പെട്ടതായിരുന്നില്ല. അവിടെ എല്ലാവരും തുല്യരാണ്. പക്ഷെ എന്തായാലും ബിഗ് ബോസ് ഇന്ന് നെവിന് കൃത്യമായിട്ടും ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അത് നെവിന് മനസ്സിലാവാനൊന്നും പോകുന്നില്ല. കാരണം അപ്പോഴും നെവിൻ വിചാരിക്കും, അത് ബോസ് എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് അത് എന്നോട് ശാസിച്ചതാണ്, തമാശ, ഓക്കെ ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു പോകുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നില്ല നെവിൻ അത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന്. കാരണം ബിഗ് ബോസ് നെവിനെ അത്രയും പാമ്പർ ചെയ്തിട്ടുണ്ട്, വേറെ ആരെയും ചെയ്യാത്ത അത്രയും ലാളിച്ചിട്ടുണ്ട്, മടിയിലിരുത്തി ഓമനിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും